യു ഡി എഫിൻ്റെ ചെയർമാൻ പറഞ്ഞത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. യു ഡി എഫ് ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, അതേ രീതിയിൽ കെട്ടുറപ്പുള്ള ഒരു ഭരണം. നിലമ്പൂരാണ് തെരഞ്ഞെടുപ്പ് എങ്കിലും ഇത് യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു സാമ്പിളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ യു ഡി എഫ് വന്നാൽ ഈ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രതീകമാണ്. കാരണം ഇടതുപക്ഷ ഭരണത്തിൻ്റെ വൻ വീഴ്ചകളും പോരായ്മകളും ഉയർത്തിപ്പിടിച്ച് MLA രാജിവെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ഭരണ പരാജയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് MLA രാജിവെക്കുന്നതും ഈ തെരഞ്ഞെടുപ്പുണ്ടാവുന്നത്. അപ്പോൾ പിന്നെ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വന്ന് അതേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇനി 8 മാസം 1 കൊല്ലം കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് പകരം ഒരു സംവിധാനം, അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞിട്ടുണ്ട്. ആ മെയിൻ വിഷയങ്ങളിൽ നിന്നൊക്കെ മലയോര കർഷക മേഖല, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ നാഷണൽ ഹൈവേ പൊട്ടി വീണത്, അങ്ങനെ പല വിഷയങ്ങളിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് നോൺ ഇഷ്യൂസ് കൊണ്ടുവന്ന് ചർച്ചയാക്കാൻ നോക്കി. പക്ഷേ അതൊന്നും ഫലിച്ചില്ല. കാരണം ഇപ്പോൾ ഏത് വിഷയം വന്നാലും ശരി, ആ വിഷയത്തിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ഈ നാട്ടിൽ വ്യക്തമായ നിലപാടെടുത്തതാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിൻ്റെ ഉദാഹരണങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി ഭരണം ഇവിടെ കഴിഞ്ഞു പോയെന്നുള്ളത്, അതാണ് പറഞ്ഞത്. സാമ്പത്തിക അരാജകത്വം, ഒന്നിനും പണമില്ല. ആശാവർക്കർമാർക്ക് 10 പൈസ കൊടുക്കാൻ പോലും കാശില്ല എന്ന് പറയുമ്പോൾ കാശുണ്ടാക്കാൻ കഴിയണ്ടേ? കാശ് ഉണ്ടാക്കാൻ കഴിയണമല്ലോ, അതാണ് ഭരണം. അല്ലാതെ ഞങ്ങളടുത്തൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മൃഗങ്ങൾ വരുമ്പോൾ വൈദ്യുത വേലി കെട്ടാൻ പണമില്ല എന്ന് നാട്ടുകാരോട് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത്? പണം ഉണ്ടാവണം. പണം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും. ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇന്ന് നിലമ്പൂരിൽ കാണുന്ന ഈ ഇപ്പോൾ 10-15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും, ചിലപ്പോൾ അതിലും കൂടുതലുണ്ടാവും എന്നൊക്കെ യു ഡി എഫ് പ്രവർത്തകന്മാർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൻ്റെ കാരണം അതാണ്. വാർത്താമാധ്യമ പ്രതികൾക്കും ബോധ്യമായിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇവിടെ യു ഡി എഫ് മുൻതൂക്കമാണ്. അതിൻ്റെ കാരണം അതാണ്. ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്. അടുത്തത് നല്ല പോലെ ഞങ്ങൾ പെർഫോം ചെയ്യും. അത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. ഞങ്ങളുടെ ഇടയിൽ വലിയ ഐക്യവും ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭദ്രതയും ഉണ്ട് എന്ന് കാണിക്കാനാണ് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഇരുന്നത്. തലേ ദിവസം LDFിന്റെ സ്ഥാനാർത്ഥി ഇവിടുത്തെ മുൻ DCC പ്രസിഡന്റ് വീട്ടിൽ പോയി അവിടെ അല്ല, അതുകൊണ്ട് എന്താ തെറ്റ്? അദ്ദേഹം പോട്ടെ. ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശവും അധികാരമുണ്ട്. ഞാൻ എത്ര മാസശ്ശേരെ കണ്ട് ഈ സണ്ണി ജോസഫ്, ഞാൻ പറയുന്ന പേരൊന്നും, ഞങ്ങളൊക്കെ എത്ര പേര്, കുഞ്ഞാലി സാർ എത്ര പേര്, ഇത്ര പ്രധാനപ്പെട്ട വ്യക്തികളെ, പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് നിങ്ങളെ വിളിച്ചില്ല എന്ന് മാത്രം. അല്ലല്ലേ, ഞങ്ങൾ നിങ്ങളെ വിളിച്ചില്ല പല സ്ഥലത്ത് പോയപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വീട്ടിലെ DV പ്രകാശിൻ്റെ ഭാര്യ ആദ്യം ഒരാൾ പോയപ്പോൾ പറഞ്ഞ മറുപടി കേട്ടല്ലോ. ആ മറുപടി ഞങ്ങളെല്ലാം കണ്ണീരണിയിച്ച, ഞങ്ങളെല്ലാം വിഷമിപ്പിച്ചൊരു മറുപടിയാണ്. എന്നുവെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ടാണ്. മൂവർണ്ണ പതാക പുതച്ചാണ് പ്രകാശ് യാത്രയായത്. മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കും എന്നാണ് പ്രകാശിൻ്റെ ഭാര്യ പറഞ്ഞത്, സ്മിത പറഞ്ഞത്. അല്ല, അതൊക്കെ എന്തിനാണ് ആ വീട്ടിൽ പോണത്? ആ വീട്ടിലായാലും പോണത് ഷൗക്കത്തിൻ്റെ പ്രദേശമൊക്കെ അപ്പുറത്ത് താമസിക്കേണ്ട. അവിടെ ഒന്നും ഷൗക്കത്ത് പോയിട്ടില്ലല്ലോ. ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. എത്ര പേരുടെ വീട്ടിൽ ഷൗക്കത്ത്, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാർ, അവരെയൊക്കെ അവിടെ ഷൗക്കത്ത് പോകണം. DV പ്രകാശിൻ്റെ വീട്ടിൽ എന്തിനാണ് ഷൗക്കത്ത് പോകണം? അത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ
നോ നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതൊന്നും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട എവിടെ പോകണമെന്ന്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി കേട്ടോ, ഇത്രയും മതി. അല്ല ഒരുപാട് ജനകീയ അല്ല ചോദ്യമൊക്കെ ചോദിക്കാം, അതിന് പ്രയാസമൊന്നുമില്ല, മറുപടി അസലായിട്ട് പറയും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരു നോൺ ഇഷ്യൂ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കെട്ടി ചുറ്റിയാൽ അയിമ ചുറ്റി ഞങ്ങളും പണിയണം എന്നൊക്കെ നിർബന്ധം പിടിക്കാൻ, അത്രേ ഉള്ളൂ. അത് അങ്ങനെയാണെങ്കിൽ മറുപടി പറയാതിരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞുതരാം ആവശ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇത് സംബന്ധിച്ച എല്ലാ വിവരവും നിങ്ങൾക്ക് അറിയാം എന്നിട്ട് ഉറക്കം നടിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സംശയവുമില്ല. ഞാൻ പറയാം, ജനങ്ങൾക്ക് ആ വിഷയത്തിലുള്ള എല്ലാ സംശയവും ഞങ്ങൾ തീർത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു നിലക്കും ബേജാറാവണ്ട. ബേജാറാവണ്ട. ആ നിങ്ങൾ കേൾപ്പിക്കുന്നത് ജനങ്ങൾക്ക് പൊതുവായ എല്ലാം വളരെ ക്ലാരിറ്റിയോട് കൂടി ഞങ്ങൾ തീർത്തു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിൽ ഇതൊക്കെ സംബന്ധിച്ചുള്ള മുഴുവൻ മറുപടികളും പറഞ്ഞു കഴിഞ്ഞാണ് പറഞ്ഞ അത്രയേ ഉള്ളൂ മറുപടി. ഇതിന്റെ മുകളിൽ കൂടുതൽ കെട്ടിച്ചില്ല. 23 ബാക്കി പറയാം. വേറെ 23 സീരിയസ് ആയിട്ട് ഞാൻ പറയട്ടെ, തിരിച്ചൊരാരോപണം ഞങ്ങൾ പറയാം. സീരിയസ് ആയിട്ട് പല ജനകീയ പ്രശ്നങ്ങളും ഞങ്ങൾ പറഞ്ഞു. ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനില്ലേ? നിങ്ങൾ ഇതിന്റെ മുകളിൽ കെട്ടിച്ചിട്ട് വേണം. ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഞങ്ങൾ തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനിക്കുന്നത് വരെയുള്ള ഞങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ട ഈ നാടിലെ മുഴുവൻ ദുരിതത്തിലാക്കിയ ഈ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടാണ് ജനങ്ങളുടെ വിജയത്. അതാണ് അജണ്ട. എന്നിട്ട് വേറെ അജണ്ട കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾ തന്നെ പറയാണ് പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ UDF-ന് കഴിഞ്ഞോ? ഇത് നിങ്ങൾ ചെയ്യണ ചർച്ചയൊന്നും അല്ല, ജനങ്ങൾ ചെയ്യണ ചർച്ച വേറെ. ഇവിടെ പുതുമുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഒരുപാട് പ്രചരണങ്ങൾ നിലമ്പൂരിൽ നടത്തി. ഈ പ്രചരണം പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ ഇവിടെ ഉണ്ടായി. അത് ആർക്ക് സീരിയസ് ആയിട്ട് നടപ്പാക്കാൻ കഴിയും? ഞങ്ങൾക്ക് കഴിയും എന്ന് പറയാനാണ് ഞങ്ങളിന്ന് കൂട്ടായി ഇരുന്നത്. കാണുമ്പോൾ ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അതൊന്ന് കൊടുത്താൽ മതി. അതാണ് ഇന്നത്തെ വാർത്ത. ഓക്കെ.